ഗൈസ്, അപ്പോൾ നമ്മുടെ ഡേ 2ലേക്ക് വീണ്ടും സ്വാഗതം. അല്ല വിജിത്തെ? അപ്പോൾ ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? യെസ്, ബൈ ഗൈസ്, മലയാളീസ് ബൈ. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നടാ? ഇന്ന് നമ്മൾ ചാർമിനാർ, ചൗമഹല്ല പാലസ്, ബിർള മന്ദിർ, ഹുസൈൻ സാഗർ, അംബേദ്കർ സ്റ്റാച്യു, വേണേ ബോട്ടിങ്, സമയം ഡേ ബോട്ടിങ്, ഐക്യ, റായദുർഗ കേബിൾ ബ്രിഡ്ജ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. നമ്മളിവിടെ വേറൊരു ചങ്ങായും കൂടിയുണ്ട്. ഭായ് സാബ് ഹായ് പോലോ. അതിന്റെ നിയമാണ് ക്രിഷ് അല്ലടാ പേര്. നമ്മളെ ഋത്തിക് റോഷൻ ക്രിഷ് ഇല്ലേ, ക്രിഷ് സിനിമ. സംഭവം ചെങ്ങായി കേട്ടോ. അപ്പൊ ചെങ്ങായി നല്ല വൈബാട്ടോ. നമ്മളെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മുംബൈയിലാണ് സ്ഥലം. അപ്പോൾ ഇവനിപ്പോൾ പോവും. ഇവൻ പോയതിന് ശേഷം നമുക്ക് നമ്മളെ പരിപാടിയെല്ലാം തുടങ്ങാം. അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. മച്ചാനെ ബൈ, കാണാം. അപ്പോൾ ഗൈസ്, രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം ഇപ്പം ചോദിച്ചാൽ 12 മണിയായിട്ടാ. 12 മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല, വിശക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോഫി കുടിച്ച് ഡേ സ്റ്റാർട്ടപ്പ് ചെയ്യാം. എടാ ഏതാ BM ഒക്കെ. അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം പറയുന്നതാ, ഇവനെല്ലാം കൂടെ ഇറങ്ങി എങ്ങനെ ഉണ്ടാവാ ഉദ്ദേശിച്ച കാണാൻ ക്ലോസ് ആയി പോകും. എനിക്ക് കഴിക്കണം, എത്ര കഴിയില്ല. അത് സത്യം. 12 മണിയൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നേട്ടാ. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അർത്ഥം ഇല്ലാത്തതായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഒരു മലയാളി റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ടേസ്റ്റ് ഓഫ് കേരള എന്നാണ് കാണുന്നത് ഫുഡ്. അപ്പോൾ എന്താ നല്ല ഇവിടുന്ന് ഫുഡ് കഴിക്കണം. ഓക്കെ യെസ് ഗായ്സ്, നമ്മളെ മലയാളി റെസ്റ്റോറൻ്റ് ആണിത്. പൊറോട്ടയും വെച്ച് കുറുമയും പറഞ്ഞോ? ഗൈസ്, പൊറോട്ടക്കെല്ലാം പൈസ ഉണ്ടോ ഗൈസ്? 22 രൂപ മുതലാക്കാണല്ലോ. ഓ സംഭവം നല്ല ഇവിടെ നല്ല പൈസ ഉണ്ട് കേട്ടോ. മലയാളി റെസ്റ്റോറൻറ്റ് പേരുന്നേ ഉള്ളൂ, നല്ല പൈസ ഉണ്ട്. ലൈമ് വന്നിട്ടുണ്ട്. അല്ല അബി, എനിക്ക് ലൈമ് മതി അല്ലേ? ഡയറ്റാ? ഇന്നലെ രാത്രി അടിച്ച് കയറ്റിയിട്ട് അവിടെ ഇരിക്കാം. എന്നിട്ട് ഡയറ്റോ എൻ്റെ ബായിന്ന് കേൾക്കണ്ട. നമ്മൾ ലൈറ്റായിട്ടൊരു കോഫി നമുക്ക് ഇത് മതിയപ്പാ. അപ്പോൾ അടുത്ത സാധനം വരുന്നുണ്ട് കേട്ടോ. ഇല്ലില്ല പറയാം. നമ്മളെ പൊറോട്ട ബീഫല്ല, പൊറോട്ട വെജ് കുറുമ. അല്ല അഭിജിത്തെ, പൊറോട്ട വെജ് കുറുമ വന്നിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം ആയി. ഇതെന്നാ കഴിക്കട്ടെ. എങ്ങനെയാ എനിക്ക് പറയാൻ പറ്റുന്നല്ലോ, പറഞ്ഞതാ. ഏകദേശം എല്ലാം കഴിയില്ലല്ലോ. അതെ, തിരക്കുള്ള ആൾക്കാരാ. നിന്റെ ബാഗ് ഗൈസ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ഫസ്റ്റ് പാലസിലേക്ക്. നമ്മളെ പാലസിൻ്റെ പേരെന്തേലുള്ള ചൗമാല പാലസ്. അപ്പോൾ നമുക്ക് അടുത്തേക്ക് നമ്മളിനി പോകുന്നത് ചൗമാല പാലസ്. ഐ തിങ്ക് ഹൈദരാബാദിലെ മൈസൂർ പാലസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈദരാബാദിലെ പാലസ് എന്ന് തോന്നുന്നു കേട്ടോ. അല്ല അടുത്തേക്ക് പോയേക്കാം. പറന്ന് പോന്ന ഇങ്ങനെയാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് സംസ്കാരം. തോന്നിയ പോലെ പോവുക. നമ്മളെ നാട്ടിലെ പോലെയല്ല. നമ്മൾ സ്വന്തം ജീവന് വില ഉണ്ടെങ്കിൽ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് സമാധാനത്തിൽ പോകുക. ഇവിടെ എല്ലാവർക്കും തിരക്കാണ്, തൂറാൻ മുട്ടുന്ന തിരക്കിലാണ്. അമ്മാതിരി ഓട്ടം എല്ലാത്തിനും. ഈ എൻ്റെ മോനെ ഇതാ ഡ്രൈവിങ് പറയാനില്ല കേട്ടോ. ഓ തിരക്ക് കണ്ടാ അവൻ്റെ പോണേ. ഓ അതിൻ്റെ ഇടക്ക് ഒരുത്തൻ പോന്നാ. അതാ വീണ്ടും ഒരുത്തെ. അതല്ല ഇവിടുന്ന് ഒരുത്തെ. ഈ ഏരിയ കുറച്ച് സീനാണ്. നല്ല പിടിച്ചു പറി, പിന്നെ കൊലപാതകം, സ്നാച്ചിങ്, സ്കാമിങ് എല്ലാം ഉള്ള സ്ഥലമായിട്ടത്. നമ്മളെ ചങ്ങായി പറഞ്ഞത് കുറച്ച് സീനുള്ള ഏരിയ ആണ്. അതിനനുസരിച്ചുള്ള നാട്ടുകാരെല്ലാം അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. സംഭവം നോക്കണം. നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ടോ.
എൻ്റെ മോനെ ഡ്രൈവിംഗ് ഒരു രക്ഷയില്ല കേട്ടാ. തോന്നി അവനെ കയറുക. അതിൻ്റെ ഒരു അടക്കൂട്ടെല്ലാം കയറുന്ന ഇതന്നെ എടുത്ത അവസ്ഥ. ഇത് ഈ ഡിവൈഡർ വെച്ചാൽ നന്നായി, അല്ലെങ്കിൽ അതിൻ്റെ അടക്കൂട്ടി പുഴു കയറുന്ന പോലെ കയറി വരും. പോന്നണ്ട. കുത്തി ഇല്ല എൻ്റെ അമ്മ ഒടുക്കത്തെ പോക്കന്നപ്പ. ഗായ്സ്, അത് നമുക്ക് അങ്ങ് കാണുന്ന കേട്ടോ ചാർമിനാർ എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അതാ. നമുക്കിപ്പോൾ വേറെ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ഓക്കെ, സ്ട്രീറ്റ് ഈസ് റിയലി അതിൻ്റെ മുന്നേ അങ്ങോട്ടുള്ള തിരക്ക് നോക്കിയാൽ ഇതിപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ ഇവിടുത്തെ റോഡും കാര്യങ്ങളും. നമ്മൾ ഹൈദരാബാദ് സിറ്റി ടൗണിലെ റോഡ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് മോശം. കുറച്ച് കുണ്ടും കുഴിയും കാര്യങ്ങളെല്ലാം. കുറച്ച് ഉർബൻ സൈഡ് ഏരിയ കേട്ടോ ഈ സംഭവങ്ങളെല്ലാം. അതിനനുസരിച്ച് ഡ്രൈവിംഗ് എല്ലാം കണ്ടോ. മാർക്കറ്റ് ഏരിയ എല്ലാം ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളെ ചൗമാലസ് പാലസ് അല്ലേ? യെസ് ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട്. സോ പാലസിൻ്റെ ഉള്ള എൻട്രി. ഇത് പാലസ് തന്നെയാ, ഭയങ്കര ചെറുതടാ. ഇതിന് വണ്ടി പാർക്ക് ചെയ്യട്ടെ. നമ്മളെ പാലസിൻ്റെ ഉള്ളിൽ മൊബൈലിൽ മാത്രമേ അലൗഡ്, ക്യാമറ അലൗഡ് ആണോ എന്നറിയില്ല. വിച്ച് മീൻസ് ഇതിൽ വീഡിയോ എന്തായാലും നടക്കില്ല. നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് വീഡിയോ എടുക്കണം. ഇങ്ങനെ നോക്കേണ്ട അവസ്ഥ. ഇപ്പം അങ്ങനെ കാണുന്നത് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്താ ഉള്ളത്? Tripods, mobile sticks are not allowed with the premises of Chowmahal Palace. അങ്ങനെ നമ്മളെ ചൗമഹൽ പാലസ് അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എന്തായാലും എടുക്കാൻ പറ്റില്ല. ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. പക്ഷേ നമ്മൾ കാണേണ്ടതെല്ലാം കണ്ടിട്ടുണ്ട്. കാണാൻ പറ്റിയാലും ഉണ്ട്. എന്തായാലും വരിക. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി ചാർമിനാറിലേക്ക് പോവാം. ഓക്കെ, സോ അങ്ങോട്ടേക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. സോ ബേസിക്കലി ചാർമിനാർ ഒരു സ്ട്രീറ്റാണ്. അത്ര സേഫ് ഒന്നല്ല. സ്കാമിങ്ങും പിടിച്ചു വരതൊക്കെ ഉണ്ട്. ബട്ട് ഫുൾ ഓഫ് തിരക്കുള്ള സിറ്റി ആട്ടോ. ഇതിലോട്ട് ഇങ്ങനെ ഫുള്ളും വണ്ടിയും ആൾക്കാരെല്ലാം ഇങ്ങനെ ഒരു മാർക്കറ്റ് പ്ലേസ് പോലെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം തന്നെ കണ്ട ഇതിട്ട് ചാർമിനാറിലോട്ടേക്ക് പോകുന്ന റോഡാണ്. പിന്നെ ഇവിടെ ഡ്രൈവിങ്ങിന് പിന്നെ ഇതൊന്നുമില്ല കേട്ടോ. ഫോൺ വിളിച്ചിട്ടും പോവും. ഇങ്ങനെ സൈഡിലോട്ട് എടുക്കും. നമ്മൾ തോന്നിയ പോലെ ഓടിക്കുക, അത്ര തന്നെ. ഇങ്ങനെ ഒരു ക്രോസിങ്ങോ ട്രാഫിക്കോ ഒന്നുമില്ല. ഇതാ തോന്നിയ പോലെ ഓടുത്താൽ തന്നെ അല്ലെണ്ണം. ഇത് അഡ്വഞ്ചറസ് മെയിൻലി ഡ്രൈവിങ് തന്നെ കേട്ടോ സത്യം പറയാലോ. അങ്ങനെ വേറെ വലിയ ആക്ടിവിറ്റിയിലൊന്നും പോകണ്ട. ചെരിനും മറിനും കുണ്ടിൽ വീണും വണ്ടി മുന്നോട്ട് പോകുന്നതെല്ലാം നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ ആക്ഷൻ ക്യാമിൽ കാണുന്ന പോലെ കാണാൻ പറ്റും. ആക്ഷൻ മൂഡിലായിരിക്കും. ചാർമിനാർ സ്ട്രീറ്റാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ചാർമിനാർ സ്ട്രീറ്റ്. വൺ ഓഫ് ദ നമ്മളെ ഹൈദരാബാദിൽ തന്നെ മോസ്റ്റ് അട്രാക്ഷൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നും പറയാം. ഡെസ്റ്റിനേഷനും മാർക്കറ്റ് ഏരിയാസും ഐ തിങ്ക് ഓൾ ഓവർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണല്ലോ ചാർമിനാർ. ചാർമിനാർ എന്ന് ഓർമ്മ വരുമ്പോൾ തന്നെ നമുക്ക് ഹൈദരാബാദിനെ കുറിച്ചാണല്ലോ ഓർമ്മ വരാം. ഹൈദരാബാദ് ആ ചാർമിനാർ പേരിൽ തന്നെ ഉണ്ട്. 4 മിനാർ. ചാർ മീൻസ് 4ആണല്ലോ. കൺമുമ്പിൽ തിളങ്ങുന്നു ചാർമിനാർ. എൻ്റെ മാസ്പൂർ സ്ട്രീറ്റ് കാണുന്നുണ്ടോ നമ്മളെ ചാർമിനാർ. സോ അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ കുറച്ച് നടക്കാനുണ്ട്. എന്തായാലും ഈ മാർക്കറ്റ് മൊത്തം ഏരിയ മൊത്തം എക്സ്പ്ലോർ ആക്കണം. എന്നാലും നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും. ഒരു ചാർമിനാറും ഒരു സ്ട്രീറ്റ് പോലെ തന്നെയാണ്. നമ്മൾ ഇന്നലെ ഹൈദരാബാദ് ഫുഡ് സ്ട്രീറ്റിൽ പോയ പോലെ തന്നെ ഒരു സ്ട്രീറ്റ് ഹബ്ബ്. പക്ഷേ ഇവിടെ മാർക്കറ്റ് ഏരിയാസും കാര്യങ്ങളൊക്കെ ആണല്ലേ മൊത്തം സംഭവങ്ങൾ. എന്താ പറയുക, നല്ല തിരക്കുണ്ട് കേട്ടോ. തിരക്കുള്ള സ്ട്രീറ്റ് ഏരിയ. പിന്നെ നമ്മുടെ ബാഗ്സ് ഒക്കെ ഇതുപോലെ മുന്നിൽ വെച്ചിട്ട് പോകണം. കാരണം അതാ സേഫ്. എപ്പോഴാണ് സ്നാച്ചിങ് മറ്റേ പരിപാടികളിൽ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. നല്ല രീതിക്ക് പിടിച്ചു പറയും അങ്ങനത്തെ ഒക്കെ ഉണ്ടാകും. കാരണം നല്ല തിരക്കാണ്. മാർക്കറ്റ് ഏരിയസ് ഫുൾ തിരക്കാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കട്ടോ, ഒന്നും പറയില്ല. അതുകൊണ്ട് നമ്മളെ സേഫ്റ്റിക്ക് നമ്മൾ മുന്നിൽ ബാഗിട്ട് പോവാം. നമ്മളെ കാര്യം നോക്കിയിട്ട് പോകണം. ഇങ്ങനെയാണ് വേണ്ടത്. അതിനെ കോമൺലി നമ്മൾ എല്ലായിടത്തും പോയി അങ്ങനെ തന്നെ അവരും മര്യാദ വേണം. ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ആയിട്ടുള്ളൊരു സാധനം കിട്ടുന്ന സ്ഥലമാണ് മിലഞ്ചു സെന്റർ. അവിടുത്തെ മൾബറി മലായും. അത് ആക്ച്വലി ഫുഡ് സ്ട്രീറ്റ് ആണ്. ഫുഡ് സ്ട്രീറ്റ് ആണ്. പിന്നെ ഉള്ളത് മക്ക മസ്ജിദ്. ഇവിടുത്തെ മസ്ജിദാണ്. ഭയങ്കര പീസ്ഫുൾ ആണ്. രാവിലെയൊക്കെ വന്നാൽ ഞങ്ങളിടക്ക് വന്ന് വെറുതെ ഇരിക്കാറുണ്ട്. അതിന്റെ ഉള്ളിൽ അടിപൊളി കേട്ടോ സംഭവം. ഉള്ളിൽ അടിപൊളി. ആദ്യം നമുക്ക് ഇത് ട്രൈ ചെയ്യാം. മിലഞ്ചു സെന്റർ നമുക്ക് നോക്കാം. അപ്പം നിരവധി മാർക്കറ്റ് ഉണ്ട് കേട്ടോ. വിചാരിക്കുന്ന നല്ല തിരക്കുണ്ട്. അവനവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബാഗ് കാര്യങ്ങളൊക്കെ അത്ര സേഫ് ഒന്നല്ല.
ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, മൾബറീസിൻ്റെ ഒക്കെ സ്ഥലങ്ങളാന്ന് തോന്നട്ടാ ഫുള്ള്. ഇത് നമ്മളെ മിലാൻ ജ്യൂസ് സെന്റർ. ഇവിടെ എന്താ മെയിൻ സ്പെഷ്യൽ എന്നാ? സംഭവം ഇതല്ലേ, മൾബറി മലായി, ലിച്ചി മലായി, മലൈസിന്റെ വെറൈറ്റി സാധനം കിട്ടുന്നല്ലേ. സോ ചാർമിനാറിൽ വന്നാൽ ഇതെന്താ സംഭവം? ഡ്രിങ്കാ? ഇത് സ്വീറ്റ് ആണ്. മലായി എന്ന് പറഞ്ഞാൽ മറ്റേ ക്രീമാണ്, ക്രീമും ചീസും ബട്ടറൊക്കെ അതിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി സാധനമാണ്. നോക്കാം എന്തായാലും ട്രൈ ചെയ്യാം. മിലാൻ ജ്യൂസ് സെന്റർ എല്ലാം സംഭവം മലായി, അത് ലിച്ചി, ഇത് പിന്നെ അത് മൾബറി ഒന്നും എടുത്തോ. ഇതെന്താണെന്നറിയില്ല, മാംഗോ ആണ് ഇത്. സംഭവം സ്ട്രോബെറി, ഇതൊക്കെ 2-3 സാധനത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇത് എന്താ അറിയില്ല, കുറേ ഫ്രൂട്ട്സ് ഒക്കെ കാണുന്നുണ്ട്. നീ എടുത്തേ. ഇതാ നമ്മളെ മലായി അല്ലേ, മൾബറി മലായി അല്ലേ. സംഭവം എന്തായിരിക്കും, ഫ്ലേവർ എന്തായിരിക്കും ഉണ്ടാവാ? ഐസ്ക്രീം ആയിരിക്കും അല്ലേ, ഐസ്ക്രീം അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ? ക്രീം, ആ ഫ്രഷ് ക്രീം ഉണ്ടാവും അങ്ങനെ. ഓ ഭയ്യ वो हेडसेट है ना, कितना? 400 ഉണ്ടാ? അതിനുള്ള ഉണ്ടാവില്ലല്ലോ. 200 രൂപ കിട്ടേണ്ട സാധനമാണ്. ആ അപ്പോൾ 200 രൂപ കിട്ടേണ്ട സാധനമാണ് ആക്ച്വലി. പക്ഷേ ഓരോ ഇത് 400 നിൽക്കുന്നു. അപ്പോൾ അടികൂടിയിട്ട് ചെറുതാക്കണം. അമേരിക്കാർ ഷൂസ് ഉണ്ടടാ. അതാ ഇവിടെ നിരവധി ഷൂസ് ഉണ്ട് കേട്ടോ, നല്ല സംഭവം കളക്ഷൻസ് ആവശ്യത്തിന് കൂടുതലുണ്ട്. എത്ര റേറ്റ് വെച്ചാ? ഇത് വിട്ട ഷൂസ് ആയിരിക്കില്ലല്ലോ, ഫ്രഷ് ആണോ? ചാർമിനാറിലെ മെയിൻ സ്ട്രീറ്റ് ഫുഡാന്ന് തോന്നുന്നു ഇവിടെ കൊടുക്കുന്നത്. എനിക്കൊന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നല്ല സമൂസാസ് ഒക്കെ കാണുന്നത്. പിന്നെ കുറേ നല്ല ഒട്ടനധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഐ തിങ്ക് നമുക്ക് എക്സ്പെൻസീവ് സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാണ്ട് ഇവിടെ നിങ്ങൾക്ക് ചെറിയ ചീപ്പ് ബഡ്ജറ്റിൽ ഇതാ വാച്ചസ് ഒക്കെ നോക്കിയാൽ എത്രയാ സംഭവങ്ങൾ അല്ലേ. ചെരുപ്പ് എൻ്റെ മോനെ, ഫാസ്റ്റ് ട്രാക്ക് കമ്പനീൻ്റെ വാച്ച് വരെ ഇവിടെ കിട്ടുകയെന്ന് പറഞ്ഞല്ലേ സംഭവം. അതാടാ വാച്ച്. ഭയ്യ വാച്ച് കിതനായ? കോൺസാ ഈ സ്റ്റീൽ ടൈപ്പ് 250 കണ്ട. ഇമാതിരി സാധനത്തിനല്ലേ 250 ഉറുപ്പിയുള്ളൂ പോലും. സംഭവം കൊള്ളാല. ചാർമിനാറിന്റെ ബ്യൂട്ടി ഉണ്ട്. അടുത്താണ് ഇത് വലിയ സൈസ് അല്ലേ. നമ്മളാ പള്ളിയിൽ കയറണം. ഇത് ഫുള്ള് മാർക്കറ്റ് ഏരിയ കണ്ട ഗൈസ്, ഫുള്ള് ചാർമിനാറിന്റെ സംഭവങ്ങളാണ് മൊത്തം. ഈ ഏരിയ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, എല്ലാം ചാർമിനാറിൻ്റെ ഇതാ. ഈ ഒരു ഏരിയയിൽ പല ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമലി മലയാളീസ് ഉണ്ടാവും, ചിലപ്പോൾ മിസോറാമീസിനെ കാണുന്നുണ്ട്, ഫോറിനേഴ്സിനുണ്ട്, പിന്നെ നമ്മളിവിടുത്തെ ഹിന്ദിക്കാർ, അവരെല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ പോകാൻ പോവാം. നല്ല ആളുണ്ട് നോക്കിയോ. സംഭവം മൊത്തത്തിൽ നല്ല രീതിക്ക്. അപ്പോൾ അതാ മസ്ജിദിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇതിൽ എൻട്രി ഇനി ഇതുണ്ടാവോ? പ്രശ്നം ഉണ്ടാവോ? ക്യാമറ അലൗഡാണോ? ലേഡീസ് ആർ റിക്വസ്റ്റ് ടു എൻ്റർ ദ മോസ്റ്റ് വിത്ത് ഹാഫ് ദുപ്പട്ട. ഇതാ നമ്മളെ മസ്ജിദ്. ഏകദേശം വ്യൂ ഉണ്ടോ മൊത്തത്തിൽ? ചാർമിനാറിൻ്റെ അടുത്തായിട്ടുള്ള മസ്ജിദ് ഏരിയയാണ് ഈ കാണുന്നത്. ഐ തിങ്ക് അതിന് അപ്പുറം മുകളിൽ പോകാൻ കഴിയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കൂടുതലും മുസ്ലിംസ് റിലേറ്റഡ് ഏരിയാസ് ആയിരിക്കും വരിക. പിന്നെ നിസ്കരിക്കാനായിക്കോട്ടെ, അപ്പുറത്ത് നിസ്കാര ഹാൾ അങ്ങനെ ഉണ്ട്. ഈ ഏരിയാസ് മൊത്തം കണ്ട സംഭവം ഇതാ. ഇതിനേക്കാൾ നല്ല വ്യൂ എൻ്റെ മുത്തേ സംഭവം. ഈ ഒരു ലുക്ക് ആംബിയൻസ് കണ്ട സൺസെറ്റിൽ കാണട്ടെ, എന്തായാലും നല്ല വൃത്തിയുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇപ്പോൾ മെയിൻലി മസ്ജിദ് ഏരിയ ഈ കാണുന്നത്. ഓക്കെ അപ്പോൾ ഇതാ നമ്മളെ മസ്ജിദിൻ്റെ ഏരിയ വ്യൂ ഇതാ കാണുന്ന സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മെയിൻലി എടുത്ത സംഭവം കണ്ടിട്ട് വരാം. നല്ല രസമുണ്ട് എന്തായാലും സംഭവം കാണാൻ. എന്തായാലും നമ്മൾ ചാർമിനാറിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണാം. ഓക്കെ സംഭവം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിനുള്ള സ്ട്രീറ്റ്സാണ്. എന്താണെന്നല്ല നല്ല ഉള്ളോട്ടുള്ള സ്ട്രീറ്റ്സ് ആ ഒരു വ്യൂവിലാണ് കാണുന്ന സംഭവം. ഇതൊക്കെ കണ്ട അതിലൊരു മാർക്കറ്റ് ഏരിയ എന്നതിനേക്കാൾ അല്ലേ ഭയങ്കര ഒരു പെരുന്നാളൊക്കെ നടക്കുന്ന പോലെ കേട്ടോ ഇവിടെ സംഭവം. ഇത് നമ്മളെ ഷഹാബ് ഹോട്ടൽ. ഐ തിങ്ക് ഹൈദരാബാദിൻ്റെ ഫേമസ് ബിരിയാണി ഇവിടെ അല്ലേ? ഇവിടുത്തെ ഹൈദരാബാദ് ഫേമസ് ബിരിയാണി ഇവിടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് അറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. മെയിൻ ഇത് ഹൈദരാബാദ് ബിരിയാണിയൊക്കെ വിറ്റ് പോകുന്നുണ്ട് കേട്ടോ. എത്രയാ പോലെ കഴിക്കാൻ ആൾക്കാരൊക്കെ ആണ് കേട്ടോ. ഇവിടെ AC ഉണ്ടോ? സെറ്റപ്പ് ഉണ്ടോ?
ഗൈസ് നമ്മൾ സീറ്റിന് പരത്തിക്കൊണ്ടിരിക്കുക. സീറ്റിനില്ല അല്ലേ, ഒരു സീറ്റ് പോലും ഇല്ല. എന്താ അവസ്ഥ അറിയില്ല. അവിടെ ഉണ്ട് RS സീറ്റ് ഉണ്ട്. അവിടേക്ക് പോവാം, അവിടെ പോകാം. പറഞ്ഞോക്കെ അങ്ങോട്ട് റൂമുണ്ട്, അങ്ങോട്ടേക്ക് റൂമുണ്ട്. ഗൈസ് അപ്പോൾ ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഹോട്ടലിൽ കയറി ഇരുന്നിട്ടാണല്ലേ. നല്ല ടൈം എടുക്കും. ഇവിടുത്തെ തിരക്ക് ഒന്നും പറയാനില്ല, അത്രക്കും ക്രൗഡാണ്. സമയം ഇപ്പം 5 മണിയാണ്. 5 മണിക്കുള്ള ക്രൗഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ അത്രക്കും ആൾക്കാർ ഇവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ചെയ്തുകൊടുക്കുക. പക്ഷെ ഇത് കഴിക്കാനായിട്ടും ആൾക്കാർ വരിക. അത് കഥ മനസ്സിലാത്തത് ഈ ഒരു സാധനം കഴിക്കാൻ ഈ സമയത്ത് ഇത്രയും ആൾക്കാർ കൂടിച്ചേരുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ അതിൻ്റെ ആ ഒന്ന് സമ്മതിക്കണ്ടേ കേട്ടോ. അത്ര അതിൻ്റെ ക്രൗഡുകൾ കാണണം. ഇത് മൊത്തം നമ്മൾ ഹൈദരാബാദി ബിരിയാണി കഴിക്കാനുള്ള ക്രൗഡാണ്. ഏകദേശം 5 മണിയായി. 5 മണി സമയത്തും ഇത് കഴിക്കാനായിട്ട് വന്ന ആൾക്കാരാണ്. നമ്മളെന്തായാലും നേരത്തെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഇവിടെ ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണിക്ക് എത്രയാ റേറ്റ്? ഇവിടെ 375 ചിക്കൻ പറയുന്നത്. 400 ഫോർ മട്ടൺ ബിരിയാണി. 400 ഒരുപോലെ അടിപൊളിയാണെന്നാണ്. 400-ഉം 350 ഏകദേശം 400-350 റുപ്യ പറയുന്നത്. പക്ഷേ ഒരു ക്വാണ്ടിറ്റി കഴിച്ചാൽ തന്നെ നമ്മൾ ഇന്നലെ കഴിച്ച നമ്മളെ മന്തിൻ്റെ പ്ലേറ്റ് അതിനനുസരിച്ച് അപ്പോൾ നമ്മൾ ടേബിൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ ഗൈസ് ഇതാ നമ്മളെ സീറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഗൈസ് തിരക്ക് കണ്ട മൊത്തം ഫുള്ളും ഇതൊരു ഹൈദരാബാദി ബിരിയാണി കഴിക്കാനുള്ള തിരക്കാണ്. ആൻഡ് ഓൾസോ നമ്മളും ആ ഒരു ആവേശത്തിനായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് സീറ്റ് കിട്ടി തന്നെ ഭാഗ്യം നിറട്ടാ. 40 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന ടൈമിൽ തന്നെ കിട്ടിയല്ലേ. പിന്നെ ഓർഡർ കൊടുക്കണം. ഓർഡർ കൊടുത്തതിൻ്റെ മട്ടനും ചിക്കനിലാണ് ഉള്ളത് ഹൈദരാബാദി ബിരിയാണി. നമ്മൾ പറഞ്ഞത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ഇനി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എത്ര മിനിറ്റ് എടുക്കും എന്നറിയില്ല. കാരണം അമ്മാതിരി ജനങ്ങൾ 6 മണിയായി ഇത് കഴിക്കാനാണ് ഇത്രയും ആൾക്കാരൊന്നും ആലോചിച്ചൊക്കെ. നമ്മുടെ നാട്ടിൽ ഈ ഒരു സമയത്ത് ചായ കുടിച്ച് ചായയും കടിയൊക്കെ കഴിച്ചിരിക്കേണ്ട സമയമാണ്. പക്ഷേ ഇവിടെ നോക്കി 5 മണിക്കും ഹൈദരാബാദി ബിരിയാണി ക്രേവിങ്സ് അടിച്ച് വന്ന് കഴിക്കുക ഈ ചാർമിനാറിൻ്റെ അടുത്ത്. അത് ശരിക്കും എക്സാക്ട് ലൊക്കേഷൻ അടുത്ത് ആയതുകൊണ്ട് തന്നെ നല്ല ഇതല്ലടാ അല്ലേ. ചാർമിനാർ ആകുമ്പോൾ നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ചാർമിനാറിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടത്തേക്ക് വരാം. ഡയറക്റ്റ് അടുത്തായിട്ട് തന്നെ വന്ന് കഴിച്ചിട്ട് പോവുക. അവർ നല്ല ക്രെഡിറ്റ് കാര്യമായിട്ടാണ്. അവർക്ക് നല്ല ബിസിനസ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതാ മെനു നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എടുത്തു 290, 375. അതുപോലെ തന്നെ മട്ടണിലാണെങ്കിൽ 420. സോ അപ്പോൾ ഇതാണ് എടുത്ത മെനു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ. എത്രത്തോളം റേറ്റ് സംഭവം ഉണ്ട് എന്നുള്ളതല്ലേ ഇതാണ് വരുന്നത്. ഇത് നമ്മൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. സെർവ് ചെയ്യാൻ കാരണം ഇവർ സെർവ് ചെയ്യുന്നത് അങ്ങനെയാ. നമുക്ക് സെർവ് ചെയ്യാൻ പറ്റില്ല. മതിയുടെ വീഡിയോ എത്ര മതി. ഇതൊന്നും സംഭവം തൈരാ ഇവിടുത്തെ സിസ്റ്റം കണ്ട ഗൈസ്. സംഭവം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ കാണാൻ പറ്റുന്ന വെച്ചാൽ ഇതാ ഇത് കണ്ടോ, നാരങ്ങയും വെള്ളയും എന്ന് വെച്ചാൽ കൈ കഴുകാനാണ് മെയിൻലി. എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ, നെയ്യൊന്നും അതിന് മാത്രം ഇല്ലടാ, എനിക്കത് നെയ്യും തോന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുക്കി വെച്ചിട്ട് നാരങ്ങ വീണാൽ നെയ്യൊക്കെ പോകുന്നതെന്ന് ഇവർ പറയുന്നത്. അങ്ങനെ ഇവൻ എന്നോട് പറഞ്ഞത് ഇവിടുത്തെ സിസ്റ്റമാണ്. ഒരു ടൈപ്പ് ഓഫ് കൾച്ചർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് സംഭവം. അവർ കൊടുക്കുന്നൊരു രീതിയും സ്റ്റൈലും സർവീസ് തന്നെ അവർ അടുത്ത് കാണിക്കുന്നത്. നല്ല എവിടെയും കാണാത്ത സംഭവം ഇതല്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഹൈദരാബാദി ബിരിയാണി ഇറങ്ങിയാണ്. ബില്ലും വന്നിട്ടുണ്ട്. ഏകദേശം ഇവിടെ ഒരു ചിക്കൻ ബിരിയാണിക്ക് 385 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ഫൈനലി അതും കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പ്ലാന് രാത്രി ഷാഗോസിനുള്ള ഷവർമ കഴിക്കാനാണ് പ്ലാൻ. ഉറപ്പിച്ചില്ല. ഹൈദരാബാദിൻ്റെ നൈറ്റ് ലൈഫ് ഏകദേശം 6 മണിക്കുള്ള തിരക്കാണ്. മാർക്കറ്റിലെ തിരക്കാണ്. ചാർമിനാർ ഏരിയന് അടുത്തായിട്ടുള്ള സ്ഥലമാണിത്. ഈ വണ്ടിയാണ് മെയിൻ ബ്ലോക്ക് ആക്കുന്നത് സത്യം പറഞ്ഞാൽ. അതിലേക്കുള്ള ഏരിയയിലേക്കുള്ള വഴിയാട്ടെ ഇത്. സംഭവം മാർക്കറ്റിന് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പോഴും മാർക്കറ്റ് ഒരു കുറവില്ല. നാട്ടുകാരിപ്പം വന്ന് പർച്ചേസിങ്ങിനായിട്ട് ഇവിടെ ഡെയിലി വരും. ഒരു സീസൺ ടൈം പോലും ഒന്നല്ല. ഇവർക്കിടെ എപ്പോഴായാലും നല്ല രീതിയിൽ ആൾക്കാരുണ്ടാവും. അതാ മെയിൻ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. നല്ല ആൾക്കാരും അതുപോലെ വണ്ടിയും കുറേ തരം ബ്ലോക്കാക്കി വെച്ചോളും. ഇത് നമ്മളെ ബിർള മന്ദിർ. സംഭവം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല ഒന്നും.
ഷൂ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മൊബൈൽ ഫോൺസ്, ക്യാമറാസ്, ആക്സസറീസ്, ഈ കാര്യങ്ങൾ സംഭവം ഒന്നും ഇവിടെ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വീഡിയോസ് എടുക്കാനായിട്ട് ഉള്ളിക്കറങ്ങില്ല. സോ സ്പെഷ്യലി കാണിച്ചു തരാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഇതിന് ശേഷം നമ്മൾ എന്തായാലും വേറെ സ്ഥലത്ത് പോകുന്നുണ്ട്. ഇതാ മെയിനായിട്ട് നമ്മളെ ബിർള മന്ദിർ എന്ന് പറയുന്ന സാധനം. ഈ ഒരു സ്ഥലം ഇങ്ങനെ കാണാം, എംബൻസ് ആണ് അത്ര തന്നെ. എന്തായാലും അമ്പലം, പ്രതീക്ഷ, ഭജനം, അങ്ങനത്തെ കാര്യത്തിനെല്ലാം പോവാം, അതിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ മെയിൻലി ഇതാ ഞാൻ പറഞ്ഞ ബിർള മന്ദിർ. നമ്മളിനി പോകുന്ന 3 ഡെസ്റ്റിനേഷൻസാണ്. നമ്മൾ ചാർമിനാറിന് ശേഷം നമ്മൾ പോയ 3 ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണ് ബിർള മന്ദിർ. അതിനുശേഷം നമ്മൾ ഹുസൈൻ സാഗർ എന്ന് പറഞ്ഞ ലേക്കാണ്. ആ ലേക്കിൽ തന്നെ ബുദ്ധ സ്റ്റാച്യു നമ്മൾ കാണുന്നതായിരിക്കും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ടോട്ടലി 3 ഡെസ്റ്റിനേഷൻസ് ഓൾറെഡി കവർ ചെയ്ത്. അപ്പോൾ എന്താ പറയുക, മെയിൻലി ബേസിക്കലി നമ്മൾ ഹൈദരാബാദ് വിസിറ്റ് ചെയ്താൽ നമ്മൾ ഡേ 2 കംപ്ലീറ്റ് ചെയ്യേണ്ട ഏകദേശം എല്ലാ സ്ഥലങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണേണ്ടത് കണ്ടിട്ടുമുണ്ട്. പിന്നെ നമുക്ക് ബിർള ടെമ്പിളിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോസ് അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലൊന്നും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ ഹുസൈൻ സാഗറിൻ്റെ ഷോട്ടൊക്കെ നിങ്ങൾ കണ്ടല്ല, ഇതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഓഫിൽ ഇത്രയേ ഉള്ളൂ. സോ നമ്മൾ ഹൈദരാബാദ് സിറ്റിയിൽ കാണിക്കേണ്ട നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷൻസൊക്കെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ അതുപോലെ തന്നെ നമുക്കിനി ഡേ 3ൻ്റെ വീഡിയോയിൽ കൂടുതലും ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്ന് തോന്നുന്നില്ല. ബേസിക്കലി ഹൈദരാബാദ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഡേ 2 തന്നെ ഏകദേശം എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. നമ്മളെ മെയിൻലി 4-5 ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്തു. ഈ കാണിച്ചുള്ളതെല്ലാം ഏകദേശം റിയലി എൻജോയ് ചെയ്തിട്ട് പോവാം. അപ്പോൾ അതൊക്കെ തന്നെ. സോ ഡേ 3ൽ എസ്പെഷ്യലി ഹൈദരാബാദ് ഉണ്ടാവും. അല്ല നമുക്ക് ഡേ 3ലേക്ക് ബാക്കി കാണാം. എന്തായാലും ഉണ്ടാവല്ലേ, നമ്മൾ എവിടെയെങ്കിലും ലൈറ്റ് ഉണ്ടാവും. ചാർമിനാറൊക്കെ വിസിറ്റ് ചെയ്യാൻ പ്ലാനുണ്ട്, ചാർമിനാർ. സോ ഈ വീഡിയോ ഇതോടെ തീരുവാണ്. സോ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഇസ് ബൈ ഫ്രം ഡിഗിൻ ഫുഡ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഹൈദരാബാദിൻ്റെ സീരീസ് ഇനിയും ഇതോടെ തീരുന്നില്ല, ഇനിയും വരുന്നതാണ്.